നമസ്കാരം. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിലൂടെ വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷനാണ് എന്ന് പോലീസ് തിരിച്ചറിയുകയാണ്. എന്തായാലും മുൻപ് ഈ പാണക്കാട് ശിഹാബ് അലി തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന സംശയം ഉണർന്നിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി 15 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നും 15 കോടി നൽകാത്തതിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്നതുമാണ് പോലീസ് നിലവിൽ പറയുന്നത്. എന്താണ് പ്രതിക്ക് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് നയിച്ച എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിലയിരുത്തൽ നടത്താൻ സാധിച്ചിട്ടില്ല. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നിലവിൽ പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. ജനുവരി 31-നാണ് പ്രതി പണം ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയതെന്ന് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നുണ്ട്. മൊയ്ൻ അലി തങ്ങളെ വിളിച്ച് അവ്യക്തമായ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. 15 കോടി രൂപ തന്നില്ല എങ്കിൽ ഇത് പൊതുമധ്യത്തിൽ ഇടുകയെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ അദ്ദേഹം വിസമ്മതിച്ചതിനെ തുടർന്നാണ് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം ഉന്നയിച്ചത്. FIR-ൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സൈബർ പോലീസാണ് ആദ്യം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ സാദിഖ് അലി തങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കാപ്പ കേസ് പ്രതിയായ റോഷൻ എന്തായാലും ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കെതിരായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച വ്യാജ ഐഡിയിൽ നിന്നാണ് ആരോപണം ഉയർന്നത്. VPN സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തായ്വാനിൽ നിന്നും ലോഗിൻ ചെയ്താണ് അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചതെന്ന് മനസ്സിലായിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ IP അഡ്രസ്സാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. VPN ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ വേണമെങ്കിലും തായ്വാനിൽ നിന്നെന്ന പോലെ പോസ്റ്റ് ഇടാം. ആരോപണം പോസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ID അപ്രത്യക്ഷമായിരുന്നു. വിവാദ പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകിയതോടെ പിടിവീഴുമെന്ന് ഉറപ്പായതോടെയാണ് അക്കൗണ്ട് അടിയന്തരമായി നീക്കം ചെയ്തു എന്നതാണ് കരുതപ്പെടുന്നത്. സംഭവത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പോലീസിൽ പരാതി നൽകിയിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ എന്ത് വില കൊടുത്തും നിയമപരമായി നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വ്യക്തിപരമായ തേജോവധം ലക്ഷ്യമിട്ടുള്ള ഇത്തരമൊരു ഗൂഢാലോചനയിൽ ആരും വഞ്ചിതരാകരുത്. അടിയന്തരമായി പ്രതികളെ കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്തായാലും പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. 15 കോടി രൂപ ഇനാം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 15 കോടി രൂപ കൊടുക്കാത്ത പക്ഷം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ ഇടുമെന്ന് മുൻപേ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഷാനു എന്ന് പറയുന്ന ഒരു വ്യാജ അക്കൗണ്ടിൽ നിന്നും ഇയാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് 8 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റും ഫേസ്ബുക്ക് ID-യും റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു, ഡിലീറ്റ് ആക്കപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതും ഇയാളൊരു കാപ്പ കേസ് പ്രതിയാണെന്നടക്കമുള്ള വിവരങ്ങളിലേക്ക് വരുന്നത്. എന്തായാലും പ്രതിയെ പിടിച്ചിട്ടില്ല. പ്രതിയെ പിടികൂടും അടിയന്തരമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അയാൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു. ഇടത് ഹാൻഡിലുകളും തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളുമാണ് ഈ വ്യാജ വാർത്തയ്ക്കും പ്രചരണങ്ങൾക്കും പിന്നിലെന്നും ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്.